ഈ റോഡ് ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയാൽ പോകേണ്ടത് തമ്പുരാൻപടിയിലെ വഴി ഹോസ്പിറ്റലിൽ പോകാനുള്ള വഴിയുണ്ട്. അതുപോലെ തന്നെ ഇത് തമ്പുരാൻപടിയിലേക്ക് പോകുന്ന വഴി. ഇത് പൂക്കോട് സോണൽ ഓഫീസ് വഴി ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ തീരെ അവശനാണ്, ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കൺസൾട്ടേഷൻ ടൈം പഠിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് എല്ലാ വഴികളും തമ്പുരാൻപടിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ വഴിയിലേക്കുള്ള റോഡ് കംപ്ലീറ്റ് ശരിയാക്കിയ ശേഷം പോരെ ഈ മണ്ണൊക്കെ എടുത്ത് റോഡ് ഗതാഗത യോഗ്യമല്ലാതാക്കുന്നത്. ആ റോഡ് ഇപ്പം ഗതാഗത യോഗ്യമല്ല, അതുപോലെ തന്നെ ഗതാഗത യോഗ്യമാക്കാല്ലാതാക്കിയിരിക്കുകയാണ് ഈ റോഡും. ഇതെങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകും? ഇവർ പറയുന്നത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. അപ്പോൾ അവരുടെ സൗകര്യത്തിനൊത്ത് ഞാൻ ആശുപത്രിയിൽ പോകാതെ ഞാൻ അസ്വസ്ഥത അനുഭവിച്ച് ഡോക്ടറെ കാണാതെ കഴിയണമെന്നാണോ? ഇതാരാണ് ഈ പണി ചെയ്യിപ്പിക്കുന്നത്? ആരാണ് അതിന് ഉത്തരവാദികൾ? അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നവർ അവർ പറയുന്നതനുസരിച്ച് ഞാൻ കാണേണ്ട ഡോക്ടറോടെ കാത്തിരിക്കുമോ? കൺസൾട്ട് ചെയ്യാനായിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഡോക്ടറോടെ കാത്തിരിക്കുമോ? മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റങ്ങളാണ്. ഇവിടെ കൗൺസിലർ എന്ത് കൗൺസിലറാണ്, ഏത് കൗൺസിലറാണ് ഇവിടെ പണി ചെയ്യിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇത് ഏത് മുനിസിപ്പാലിറ്റിയുടെ പണിയാണോ? അത് കേരള സർക്കാരിൻ്റെ പണിയാണോ? ഏതായാലും കേരള സർക്കാരിൻ്റെ ശ്രദ്ധ. ഇത് എത്രയോ മണിക്കൂറുകൾ തീരെ വയ്യ, ഈ വെയിലത്ത് വയ്യാതെ നിൽക്കുകയാണ്. റോഡ് ഗതാഗത യോഗ്യമല്ലാതാക്കിയിട്ട് അവർ 1 മണിക്കൂറോളം ഞാൻ ഈ സമയം അതാണ്, എത്ര മണിക്കൂറുകളോളം ഇതിങ്ങനെ കിടക്കുകയാണ്. ഇവർ ശരിയാക്കി തരുമെന്ന് നോക്കാനാണ്. ഇതിനിടയ്ക്ക് ഞാൻ ചത്തുപോയാൽ അതും ലൈവായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും അവശത വന്ന് തളർന്നു വീണാൽ അതും നിങ്ങൾക്ക് ലൈവായിട്ട് കാണാവുന്നതാണ്. ഈ പണി ചെയ്യുന്ന വണ്ടി കാണിച്ചു തരാം. എനിക്ക് എന്തെങ്കിലും അവശത സംഭവിച്ചാൽ ഉത്തരവാദികൾ ഇവരായിരിക്കുമെന്ന് അറിയിക്കുന്നു. കാരണം ഞാൻ ആശുപത്രിയിൽ ഡോക്ടറെ അത് വണ്ടി ഞാൻ കൊണ്ടിട്ടിരിക്കുന്ന വണ്ടി പണി ചെയ്യിപ്പിക്കുന്ന വണ്ടി കാണിച്ചു തരാം. അതിൻ്റെ സൂപ്പർവൈസർ എന്ന് പറയുന്ന ആൾ ഇതാണ് ആൾ, പണി ചെയ്യുന്ന ആൾ. അത് അവർ പണി ചെയ്യുകയാണ്. ഇത് 3653 വണ്ടി, അത് വേറൊരു വണ്ടി. അപ്പോൾ ഇങ്ങനെ മണ്ണുകൾ ഇങ്ങനെ നിരത്തി കണ്ട ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എനിക്കെന്തെങ്കിലും മരണം സംഭവിക്കുകയോ വല്ലത് സംഭവിച്ചാൽ ഉത്തരവാദികളായവരെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് പൊതുജന സമക്ഷം. എനിക്ക് തീരെ വയ്യ, വിറയൽ വരുന്നു, അസ്വസ്ഥത വരുന്നു. വല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ ഐ കനോട്ട് ഹിയർ എനിത്തിങ്. എനിക്ക് വിറയലോ അസുഖങ്ങളോ അസ്വസ്ഥതകളോ ബാധിച്ചാൽ മെയിൻ ഉത്തരവാദികളാണ് ഈ നിൽക്കുന്നത്. കാരണം പണി ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ആശുപത്രിയിലോട്ട് പോകാനുള്ള റോഡുകളിൽ ഒന്നെങ്കിലും ഗതാഗത യോഗ്യമാക്കിയിടേണ്ട ഉത്തരവാദിത്വം പണി ചെയ്യുന്നവർക്കാണ്. ഇതൊക്കെ നോക്കേണ്ട, പണി ചെയ്യിക്കേണ്ട ഉത്തരവാദികളായവർ തിരിഞ്ഞു നോക്കാതിരിക്കുകയാണ്. ഏത് സൂപ്പർവൈസർ ആയാലും അതിന് മുകളിലും ഇവിടെ ആരുമില്ല എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ആ സൂപ്പർവൈസറുടെ പണി. അത് നോക്കേണ്ടതാണ്. കാരണം ഏതെങ്കിലും റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ട് വേണം കംപ്ലീറ്റ് പണി തീർത്തിട്ട് വേണം ചെയ്യാനുണ്ട്. അത് ചെയ്യുന്നില്ല. പോട്ടെ, അതിന് മുകളിൽ ഇവിടെ ആളില്ലേ? ഇവിടെ കൗൺസിലറുണ്ടോ? എല്ലാവരും ജയിപ്പിച്ചു വിട്ടാണല്ലോ ഇവിടുത്തെ കൗൺസിലർ. നിങ്ങളെല്ലാം ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരണം ഏൽപ്പിച്ചവരുടെ പണി ഇതാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ വാർഡ് കൗൺസിലർ, നിങ്ങളെല്ലാം ഈ വാർഡിൽ നിന്ന് ജയിപ്പിച്ച കൗൺസിലർ ഇതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഗതാഗത യോഗ്യം ഇവിടെ അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ പോകാൻ വഴിയില്ല. ഞാൻ 1 മാസമായിട്ട് ആശുപത്രി ചികിത്സയിലാണ്. എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമല്ലാതാക്കിയിട്ടിരിക്കുകയാണ്.